അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മടവൂർ കാഫിലയുടെ പ്രയാണത്തിൽ പുതിയൊരു വഴിത്തിരിവിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അൽഹംദുലില്ലാഹ്, ഇന്ന് കോഴിക്കോട് ജില്ലയിൽ മടവൂരിനടുത്ത് കുരുവട്ടൂർ എന്ന് പറഞ്ഞ പ്രദേശത്താണ് ഉള്ളത്. ഇവിടെ അഹമ്മദ് ബാക്കവി ഉസ്താദിനെ കാണാൻ വേണ്ടി വന്നതാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന കുത്തുബുൽ ആലം സി.എം. വലിയുല്ലാഹിയെ ഹയാത്ത് കാലത്ത് കാണാനും ബന്ധപ്പെടാനും അനുഭവിക്കാനും ഭാഗ്യം കിട്ടിയ ആളാണ് ബാക്കവി ഉസ്താദ്. അതുപോലെ തന്നെ ആ കാലത്ത് ജീവിച്ച വടകര മുഹമ്മദ് ഹാജി തങ്ങളടുത്തും ബന്ധപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഉസ്താദിൻ്റെ അനുഭവങ്ങളാണ് ഇന്ന് കാഫിലയിലൂടെ നമ്മൾ കേൾക്കുന്നത്. ഉസ്താദിനെ മടവൂർ കാഫിലയിലേക്ക് സ്വാഗതം ചെയ്യാം. ഉസ്താദ് അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താ റാഹത്തല്ലേ? റാഹത്തന്നെ, അൽഹംദുലില്ലാഹ്. ഉസ്താദ് സി.എം. വലിയുല്ലാഹിയെ കാണാനും ബന്ധപ്പെടാനും എങ്ങനെയാണ് ഉസ്താദിന് ഭാഗ്യം കിട്ടിയത്? ഞാൻ കേൾക്കാറുണ്ട് ശിവനെ പറ്റിയിട്ട്. മടവൂർ മുസ്ലിയാർ എന്ന അന്നത്തെ പറച്ചില്. അങ്ങനെയാണ് ഞാൻ പൊന്നൂർ ചെറുകാലത്ത്, ചെറിയ കുട്ടിയായ കാലത്തെ, ലൗകിക വിദ്യാഭ്യാസത്തെ അത്രയ്ക്ക് പോയുള്ളൂ. കുട്ടിയായ കാലത്തെ പൊന്നൂർ ചെറുകാലം ഓതുന്ന സമയത്തിൽ അവിടെ വന്നിട്ടാണ് ആദ്യമായിട്ട് കാണുന്നത്. കണ്ട് അങ്ങനെ പിന്നെ നമ്മൾക്കുള്ള മനസ്സ് ഉറലേക്കായി. അങ്ങനെ എവിടെ ഏതെങ്കിലും വീടുകളിലൊക്കെ വരുമ്പോൾ, ഈ വീടുകളിൽ വരിക എന്ന് പറഞ്ഞാൽ ഓരോ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ 10-27 കുട്ടികൾ അല്ലെങ്കിൽ അതിലേറെ വിദേശികളാകുന്ന കുട്ടികളുണ്ടാവും. കണ്ണൂർ തങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിട്ട് ഒരു തെരീക്കത്തിൻ്റെ ഭാഗത്തിൽ കൂടിയിട്ട് ജനങ്ങളുമായിട്ടുള്ള ആയിരിക്കുന്ന പെരുമാറ്റങ്ങളൊക്കെ മാറിയിട്ട് പല നിലക്കും ഒരു തെക്കുവയിലേക്ക് മാറി. ഈ തെക്കുവയിലേക്ക് മാറിയ സമയത്തിൽ ദർസൊക്കെ ഒഴിച്ച് ഭക്ഷണം സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാലും അതൊക്കെയും ചിലപ്പോൾ ഭക്ഷണം കഴിക്കും, ചിലപ്പോൾ അത് ഒഴിവാക്കും, എന്തിനൊക്കെ കൊടുത്ത് ഒഴിവാക്കും. അങ്ങനെ ഒരവസ്ഥയിലായി. ഈ ദർസിലുണ്ടായിരുന്ന കുട്ടികളെല്ലാം പല ദർസുകളിലേക്കും പറഞ്ഞയച്ചു. അങ്ങനെ ദർസ് ഒഴിവാക്കിയിട്ട് പിന്നെ ഇങ്ങനെ നടക്കലായി. ഈ നടക്കുന്ന സമയത്തിലാണ് ഞങ്ങളുടെ കുരുവട്ടൂർ കുറ്റിപ്പുറത്ത് മീത്തൽ ജുമാഅത്ത് പള്ളി, അതാണ് ഞങ്ങളുടെ ജുമാഅത്ത് പള്ളി. ആ പള്ളിയിൽ എൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ അന്ന് കാരണവന്മാരാണ്. അവർക്കൊരു ദർസ് വേണമെന്ന് തോന്നി. അപ്പോൾ മടവൂർ ഷെയ്ഖുനാണ് കൊണ്ടുവന്ന് ദർസ് നടത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന്. അങ്ങനെ കുറച്ച് ദർസ് നടത്തി. അതിൽ പോളക്കരയും മൊയ്തി മുസ്ലിയാർ അങ്ങനെ പറഞ്ഞിട്ട് പലരും പല ദർസിലുണ്ടായിരുന്നു. അപ്പോൾ ഓർക്ക് ഈ ദർസുമായിട്ട് അവിടെ ഇരിക്കുന്ന അവസ്ഥ, അവർക്ക് അദ്ദേഹത്തിൻ്റെ അതേ സമയത്തുള്ളതായ അവസ്ഥയിൽ ഇത് നടക്കൂല എന്ന നിലക്ക് മലപ്പുറം ഭാഗത്തുള്ള ഒരു ഹൈദറൂസ് മുസ്ലിയാർ ചെറുതായിട്ട് ഹൈദറൂസ് മുസ്ലിയാർ പ്രായമുള്ള ആളാണ്. ഓറ ദർസ് കൊണ്ടുവന്നു. ഓറാണെങ്കിലോ വലിയ ഒരു തെക്കുവുള്ള ആളാണ്. എന്തെങ്കിലും 10-100 ഉറുപ്പിയാണ് അന്ന് ശമ്പളം. അത് കൊടുത്താൽ കുട്ടികൾ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ചോദിക്കുമ്പോൾ ആ കുട്ടികൾക്ക് പൈസ കൊടുക്കും. അവസാനം നോക്കുന്നേരം മൂപ്പര് ബസ്സിനെടുത്ത് നോക്കും, പൈസ ഉണ്ടാവില്ല. ഹൈദറൂസ് മുസ്ലിയാർ മൂപ്പര് നടക്കും, കോഴിക്കോട്ടേക്ക് നടക്കും. കോഴിക്കോട്ടേക്ക് നടക്കും. ശിവനാക്കിയാണത്, അതുകൊണ്ട് പിന്നെ അങ്ങനെ വീട്ടിലെത്തുന്നുള്ള പോലെ ഏതോട്ടെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോയി വരിക. അങ്ങനെ അവസ്ഥ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഫൈസിയാകുന്ന CP മുഹമ്മദ് മുസ്ലിയാർ മണ്ണാർക്കാട് മൂപ്പര് ഇവിടെ ദർസിൽ വരുന്നു. CP ഉസ്താദ് ഉണ്ടല്ലോ ഹയാത്തില്, പണ്ട് ഹയാത്തിൽ പ്രായമായിരിക്കുന്നു പറഞ്ഞായിരിക്കുന്ന ആളാണ്. അതാ ആ പുല്ലാളെന്നാ പറഞ്ഞത്. അങ്ങനെ മൂപ്പര് ദർസിൽ വന്ന്. മൂപ്പര് വലിയ പ്രാസംഗനാണ്. അതായത് നല്ല ഹദീസൊക്കെ കുറേ കാണാതെ പഠിച്ച പ്രാസംഗനാണ്. ഞങ്ങൾ ഫസ്റ്റ് സംസാരത്തിന് മനസ്സിലായി. അങ്ങനെ ഇവിടെ എല്ലായിടത്തിലും പ്രസംഗത്തിന് പോകും. മുജാഹിദ് ജമാഅത്തിനെ കണ്ടുവിടാത്ത ഒരവസ്ഥയുള്ള പ്രസംഗം മൂപ്പരത്. അങ്ങനെയായി ഈ മൂപ്പര ചരിത്രങ്ങളൊന്നും ഞങ്ങൾക്ക് അത്ര അറിയൊന്നുമില്ല. ഈ മടവൂർ ഷെയ്ഖ് ഞങ്ങളായിട്ട് ബന്ധപ്പെട്ട എവിടെ ഏത് സ്ഥലത്ത് ഷെയ്ഖുനുണ്ട് അവിടെയൊക്കെ നമ്മൾ പോകും. ഞാനെന്തിനാ പോകുന്നത്? എനിക്ക് 7 പെങ്ങന്മാരാണ്. ഈ പെങ്ങന്മാരെ കെട്ടിക്കുന്നത് പറയാനാണ് പോകുന്നത്. 7 പെങ്ങന്മാരും ഞാനൊരാണാണ്. ഈ ഒരാണുണ്ടായി എൻ്റെ മൂത്തത് മരിച്ചും വയ്ക്കുന്നു. ഈ പെങ്ങന്മാരെ കെട്ടിക്കാൻ പറയാമോ? അതിൽ പെട്ടതാണ് ഇപ്പം പോലൂരുള്ളായിരിക്കുന്ന
പിന്നെ നമ്മളെ ഹസൻ ഉസ്താദല്ലേ, ഹസൻ ഉസ്താദിൻ്റെ പെങ്ങളെ കെട്ടിയ ആ മോൻ്റെ അമ്മ, അതിൻ്റെ രണ്ടാമത്തെ പെങ്ങളാണ്. അതിന് മുമ്പ് ഞാൻ വെല്ലൂർ പഠിക്കുന്ന സമയത്ത് അതിന് മുമ്പ് ഒരു മകളെ കെട്ടിച്ചു വയ്ക്കുന്നത്, വലിയ മോള, വലിയ പെങ്ങളെ. ഇത് രണ്ടാമത്തതാണ്. അങ്ങനെ ഈ പെങ്ങളെ കെട്ടിക്കുന്ന കല്യാണത്തിന് പറയാൻ പോകാൻ, അപ്പോൾ പറയും ഇപ്പോൾ കല്യാണമുണ്ട്, അല്ലെങ്കിൽ കല്യാണമുണ്ടാകും എന്ന് പറയും. അപ്പം കുറച്ച് കഴിയുമെന്നായി. ഇപ്പോൾ കല്യാണമുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അറിയാണ്ട്. അവൾ കടിക്കുന്ന കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്ത് പോയി പറഞ്ഞപ്പോൾ, ഞാൻ എൻ്റെ ഉമ്മയും കൂടിയാണ് പോകാം. പറഞ്ഞപ്പോൾ കല്യാണമുണ്ടെന്ന് പറഞ്ഞ് കല്യാണം നിശ്ചയിച്ച്. ഈ ചെലവൂരാണ് നിശ്ചയിച്ചപ്പോൾ ഞാൻ ചോദിച്ചു അതിന് എന്തെങ്കിലും ബർക്കത്തിന് തരണം. അപ്പോൾ 10 റുപ്യൊന്നും കൂട്ടെടുത്ത് തന്നു. കല്യാണത്തിന് പൈസ ഉണ്ടേ, നമ്മളെ പൈസ ഉണ്ടോ? അത് ഭംഗിയായിട്ട് കഴിഞ്ഞ്. എന്നാൽ ഈ 10 റുപ്യ ഞാൻ ആ കവറോട് കൂടെ ഉമ്മൻ്റെ കൊടുത്തപ്പോൾ ഉമ്മ പറഞ്ഞ് ഈ ബാക്കിയുള്ളവരും കെട്ടിച്ചാളുന്നത്, എൻ്റെ അമ്മ ബാക്കിയുള്ളവരെയും കൂടി കെട്ടിച്ചാളുന്നത് ഉമ്മൻ്റെ വക ഒരു വസിയത്തുമായി. അങ്ങനെ അമ്മ വയ്ക്കുന്നതിന് മുമ്പ് എല്ലാത്തിനും കെട്ടിക്കുകയും ചെയ്തിട്ടോ. ഏതോട്ടെ ആ നോട്ട് ഇപ്പോഴും എൻ്റെ കൈ സ്റ്റോക്ക് ഉണ്ട്. അതിപ്പോഴും എൻ്റെ മക്കൾ കെട്ടിയണ്ടേ, ആ സ്റ്റോക്ക് ഉണ്ട്. അങ്ങനെ ആ ബർക്കത്ത്, ആ നോട്ടിൻ്റെ ബർക്കത്ത് കൊണ്ടിട്ടാണ് ഇങ്ങനെ ആകുന്നത്. അങ്ങനെയാണ് മടവൂർ ശൈഖുനായും ഞങ്ങളുമായിട്ടുള്ള ബന്ധം. എന്തെങ്കിലും ഒരു കാര്യം കാരണവശാൽ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ വീട്ടിൽ എടുക്കുകയാണെങ്കിൽ അത് കോഴിക്കോട് പോയി ഷെയ്ഖുവിനോട് ചോദിച്ചിട്ട് എന്ത് ചെയ്യുള്ളൂ. അങ്ങനെ ഞാൻ കൊടുവള്ളി ദർസിൽ പള്ളിയിൽ, മാർക്കറ്റ് പള്ളിയിൽ 8 കൊല്ലം ഉണ്ടായിരുന്നു. ഈ 8 കൊല്ലം ദർസ് നടത്തിയപ്പോൾ ഞാടെ വൈലത്തൂർ തങ്ങളുണ്ട്. മുപ്പരി എല്ലാ വ്യാഴാഴ്ച വരും, ശനിയാഴ്ച പോകും, ചിലപ്പോൾ വെള്ളിയാഴ്ച പോകും. ഈ വെള്ളിയാഴ്ച പോകുന്ന നേരം തങ്ങളുടെ കൂടെ ഞാനും പോകും. കോഴിക്കോട് പോകും. കോഴിക്കോട് ശൈവനെ കണ്ടിട്ട് തങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടു കൊടുത്താൽ അത് കൊടുത്തിട്ട് തങ്ങൾ എന്തെങ്കിലും ശിവനക്ക് ഇത് പൊരുത്തപ്പെടുന്ന ആവശ്യമുള്ള തൃപ്തിപ്പെടുന്ന കാര്യം എന്തെങ്കിലും കൊടുത്തിട്ട് പോവുക, നാട്ടിലേക്ക് പോവുക. അത് ആ ഒരു പ്രാവശ്യം ഞാൻ പുറത്തു പോകും, തങ്ങൾ വന്നാൽ കടന്നങ്ങ് പോകും. പെർമിഷനാണ്. അപ്പോൾ അടുത്തിട്ട് കൊടുവള്ളി മുതലിസ് ഇതിങ്ങനെ വിളിക്കും. അങ്ങനെ ഞാൻ അങ്ങോട്ട് ചെല്ലും. ഒരു പ്രാവശ്യം മൂപ്പര ബേഗിൻ്റെ അകത്ത് ഇളനീരുണ്ട്, ആരൊക്കെ കൊണ്ടുകൊടുത്ത ഇളനീര് ബേഗിലുണ്ട്. എന്തിനാ തങ്ങളെ ബേഗിലുണ്ട്. എന്തിനാ ഇളനീര് കൊണ്ടുപോണ ഈ ബേഗിൽ കൊണ്ടുപോണ ശേഖുരാ കൊടുക്കാനാ, ഒരേ കൊണ്ട് കൊടുക്കാനല്ല, ശേഖുരാ കൊടുക്കും. അങ്ങനെ ചെന്ന് ഒരു ഇളനീരെടുത്ത്, ബേഗ് തുറന്ന് ഒരു ഇളനീരെടുത്ത് ഞാൻ ശിവരാൻ്റെ ഇരുത്തുണ്ട്, തങ്ങളിരുത്തുണ്ട്. ഈ ഇളനീര് വെട്ടട്ടെ എന്ന് വെച്ചു. ഇപ്പോൾ ഇളനീരിന് ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതവിടെ വെച്ച് വേറൊന്നെടുത്ത് ഇത് വെട്ടട്ടെ, അത് തകല് വെച്ച് വൈരത്തൂര് വെച്ച് അത് വെട്ടിക്കോളൂ എന്ന് പറഞ്ഞു. കാരണം ആദ്യത്തെ അത് പൊരുത്തല്ലാത്ത ഇളനീരായിരിക്കും, അതവിടെ അറിയാം. രണ്ടാമത്തതോ പൊരുത്തുള്ളതായിരിക്കും, അത് വെട്ടാൻ തൃപ്തിയാന്ന്. അത് വെട്ടി കൊടുത്ത് കുടിച്ച് ഓർ കുടിക്കുകയും ചെയ്ത്. അപ്പൊ ഇത്രയും ആത്മീയമായിട്ട് ചിന്തിക്കാൻ മാത്രം കഴിവുള്ളതായിരിക്കുന്ന ആളാണ്. ഈ പറഞ്ഞ 10 റുപ്യ കാരണമായിട്ട് 7 പെങ്ങന്മാരെ ഒന്ന് ആദ്യം കല്യാണം കഴിച്ച് ബാക്കി 6 പെങ്ങന്മാരെ കെട്ടിച്ചു. ഒരു 4ാമത്തെ പെണ്ണുങ്ങളെ 2 പ്രാവശ്യം കെട്ടിക്കേണ്ടെന്ന്, 5ാമത്തെ പെങ്ങളെ എന്ന് മാത്രം. ഇവിടെ താമസിക്കുന്നുള്ളതാണ്, ഹലീമെന്നറിയും. അപ്പം എല്ലാ വിഷയത്തിലും ഇങ്ങനെ നമ്മളെ പിന്നെ ഈ KC അബൂബക്കർ മുസ്ലിയാറിൻ്റെ അളിയനാണ്. മൂപ്പര ഒരു മോള് ഇതിൻ്റെ നേരപ്പുറത്ത് താമസിക്കുന്നത്. പ്രസവിച്ചു കാലിങ്ങനെ വളഞ്ഞെടുക്കുന്നത്. ഈ ചെറുപ്പടിക്കാലല്ലേ ഇങ്ങനെ കിടക്കുന്നത്. അപ്പം മെഡിക്കൽ കോളേജിൽ കാട്ടിയപ്പം ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. മൂപ്പരെന്ത് ചെയ്ത് ശിവരാൻ്റെ അടുത്ത് പോയി. ഓരോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഓപ്പറേഷൻ ചെയ്യാനുള്ളവർക്ക് ശിവരാൻ്റെ അടുത്ത്, ആരാണ് നിങ്ങൾക്ക് കീറ് മുറിക്കാൻ അധികാരം തന്നത്? വള്ളിച്ചെരുപ്പ് വാങ്ങിക്കൊടുക്കുമെന്ന് പറഞ്ഞു. ആരാണ് നിങ്ങൾക്ക് കീറ് മുറിക്കാൻ അധികാരം തന്നത്? വള്ളിച്ചെരുപ്പ് വാങ്ങിക്കൊടുക്കുന്നത്. അളി ഇങ്ങോട്ട് വന്നിട്ട് ഒരു വള്ളിച്ചെരുപ്പ് വാങ്ങിക്കൊടുത്തു. ഇപ്പം അങ്ങനെ കാലിക്ക് ഒരു സംഭവം ഉണ്ടായി എന്നുള്ള അറിയും. ഇത് നമ്മുടെ കുരുവട്ടൂർ ഷെയ്ഖുനാട് ഉപ്പ പറയുന്ന ഉപ്പട അനുഭവം അനുഭവല്ലേ? ഇത് ഓര് തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നു. അതെ. അങ്ങനെ ആ വാക്ക് സ്വീകരിക്കണം. ആ വാക്ക് സ്വീകരിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ വാങ്ങിക്കൊടുത്തു. അതിട്ട് സുഖമായിപ്പോയി എല്ലാവർക്കും.
പിന്നെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു താല നേരത്തെ നമ്മളെ പരീക്ഷിക്കാറ് അതിന് സഹിച്ചാൽ അള്ളാഹു താലാൻ്റെ ഇത് കിട്ടുകയും ചെയ്യും. അതെ അതെ അതെ. ആ പിന്നെ ഷെയ്ഖുനായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടത്? മടവൂരോ? മടവൂരായിട്ട് എപ്പോഴും ബന്ധം തന്നെ. ഏത് സമയത്തും കോഴിക്കോട്ടുണ്ടായി പോകും. കേൾക്കണം. എപ്പോഴും ബന്ധം തന്നെയാണ്. കോഴിക്കോട്ട് എവിടെ ഉണ്ടെങ്കിലും ആട് ഷെയ്ഖുനാൻ്റെ അടുത്ത് പോകും. ഞാൻ ചെന്നാൽ എൻ്റെ അമ്മോശൻ പക്കൂട്ടി മുസ്ലിയാർ എന്ന് പറയും. ഫഖറുദ്ദീൻ മുസ്ലിയാർ പക്കൂട്ടി മുസ്ലിയാർ എന്ന് പറയും. അപ്പം മൂപ്പരോട് ചെന്നാൽ മൂപ്പരോട് ചോദിക്കും, പുല്ലാളൂരിലെ പുതിയാപ്പൾക്ക് സുഖാണോ എന്ന്. എന്നെ പറ്റിയ ഞാൻ ചെന്നാൽ അമ്മോശൻ കാക്കക്ക് സുഖമാണോ എന്ന് ചോദിക്കും. അല്ല, നമ്മളുടെ ബന്ധം, നമ്മളോടുള്ള ഇഷ്ടം അൽഹംദുലില്ലാഹ് എല്ലാ നിലക്കും. പിന്നെ ദർസിന്റെ കാര്യം ചോദിക്കും, ദർസിൽ കുട്ടികളുണ്ടോ മറ്റുണ്ടോ മറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചു. മടവൂർ കാഫില പ്രയാണം തുടരുന്നു.